ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി വിഷു സ്പെഷ്യൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് കേട്ടോ. മറ്റാരുമല്ല, ഫോട്ടോഗ്രാഫർ അനിയൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് ഒരുങ്ങി സെറ്റായി ഇറങ്ങി. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കൊന്നപ്പൂവൊക്കെ പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ കൊന്നപ്പൂ പറിച്ചത് മാത്രം ബാക്കിയായി. നമ്മൾ അത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അത് കാറിലിരുന്ന് തന്നെ ഞാൻ കുത്തി സെറ്റാക്കിയപ്പോൾ സെറ്റായോ എന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ അതെല്ലാം കുത്തി സെറ്റാക്കി ഞങ്ങളിപ്പോൾ പോകുന്നത് ചെങ്ങന്നൂരുള്ള ബാംഗ്ലൂർ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല സീനിക് പ്ലേസ് ആണെന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞറിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ കപ്പിൾ ഫോട്ടോഷൂട്ടും കുറച്ച് ന്യൂസുകാരും അങ്ങനെ കാര്യങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പ്ലേസാണ്, എനിക്കിഷ്ടമായി. ബെഞ്ചും ഊഞ്ഞാലുകളും അത്യാവശ്യം നല്ല സീനിക്കാണ്. കുറേ മരങ്ങളും പാടവും അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങളിതാ അവിടെയൊക്കെ എത്തി. കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കപ്പിൾസിൻ്റെ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സേവ് ദി ഡേറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി. ആദ്യം തന്നെ ചേട്ടൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ സിംഗിൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ സിംഗിൾ ഫോട്ടോസെല്ലാം കഴിഞ്ഞു. കപ്പിൾ ഫോട്ടോസും കുറേ എടുത്തു. അപ്പോൾ അതെല്ലാം പുറകെ ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ വാവയുടെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊറിയർക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാവേലിക്കര പോവാണ്. മാവേലിക്കരയിലുള്ളൊരു സെൻഡ് കൊറിയർ വഴിയാണ് അവർ അയച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ പാക്കേജിങ് ആയതുകൊണ്ട് നമ്മൾ പോയി കളക്ട് ചെയ്യണം, അവർ കൊണ്ടുതരില്ല. പിന്നെ ഈ ഡ്രീം ക്യാച്ചർ ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എഴുതി നല്ല ഭംഗിയായിരുന്നു. ഇപ്പം അത്യാവശ്യം കുറച്ച് വെള്ള കളറായതുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളതാ മാവേലിക്കര ജംഗ്ഷനിലെത്തി. ഇപ്പം തന്നെ ഉച്ച സമയമായി. രാവിലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ടയേർഡായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പം ആ ചേട്ടൻ ചോദിക്കാൻ എന്താണ് മോളെ ഈ കമ്പിയും കവരുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അത് തൊട്ടിലിൻ്റെ ക്ലാമ്പാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ചേട്ടൻ ഞങ്ങൾക്ക് ആ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കാറിലെടുത്ത് വെച്ച് തന്നു. അതെല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പം നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ലൈം ജ്യൂസിലൊതുക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളും ആയിരുന്നു, നല്ല പാക്കേജായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പാക്കേജും കാര്യങ്ങളും എല്ലാം പൊട്ടിച്ചിട്ട് ഓരോ പ്രൊഡക്ട്സായിട്ട് എടുത്ത് നോക്കുകയാണ്. ആദ്യം തന്നെ ബേബിയുടെ ബോക്സാണ്, കുഞ്ഞിൻ്റെ ബോക്സും കാര്യങ്ങളും. അത്യാവശ്യം നല്ല വലിയ ബോക്സും കാര്യങ്ങളുമാണ്. ഒരുപാട് സാധനങ്ങൾ അതിൽ കൊള്ളും. പിന്നെ തൊട്ടിലിൻ്റെ ഇത് ഹാങ്ങറും കാര്യങ്ങളും, ഫീഡിങ് പില്ലോ, അതുപോലെ തന്നെ ഒരു ബേബി ബെഡ് സെറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ്. നല്ല ഹൈറ്റും നല്ല വീതിയും കാര്യങ്ങളും. കുഞ്ഞിൻ്റെ ഒരുവിധം എല്ലാ തുണികളും അതിൽ കയറും. അങ്ങനെ അടുത്ത പാക്കേജിങ് പൊട്ടിക്കുകയാണ്. അതിൽ നമ്മുടെ തൊട്ടിയുടെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജനലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലാമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അടുത്ത പാക്കറ്റ് പൊട്ടിച്ചു. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ഫീഡിങ് പില്ലോയാണ് കേട്ടോ. ഫീഡിങ് പില്ലോ നമുക്ക് അത്യാവശ്യം ബേബിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ നേരത്ത് ഒരു സപ്പോർട്ടിങ് പില്ലോ പോലെ. പിന്നെ ഒരു ക്യാരിയിങ് ബെഡ്, അങ്ങനെ ഒരുപാടുണ്ട്. ക്യാരിയിങ് ബെഡ്, മോസ്കിറ്റോ ബെഡ്, റിസീവിങ് ബെഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് ഒരു ഹോൾ വ്യൂ എന്ന് പറയുന്നത് ഈ സാധനങ്ങളുടെ എല്ലാം കേട്ടോ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ്സാണ്. ഞാൻ ചൂസ് ചെയ്ത കളർ റെഡ് ആൻഡ് ആഷ് കളർ കോംബോ ആണ്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം കസ്റ്റം ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഞാനത് വാങ്ങിയത് ഇൻസ്റ്റഗ്രാം പേജായ ബേബി ഷോപ്പ് കേരള എന്ന് പറയുന്നൊരു പേജിൽ നിന്നാണ്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് കൊടുത്തേക്കാം. ഒരുപാട് നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇനി ബേബി വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ബേബി വരുന്നത് ജൂണിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.